விமர்சனத்தை உரமாக்கு, உன் லட்சியத்தை மரமாக்கு. சேட்டா சீட்டா மாதிரி அரைவாயிருக்காருங்க சவுத் ஆப்பிரிக்கால. பேக் டு பேக் T20 ഇന്റർനാഷണൽ 100 അടിച്ച് കേറിവാ ചേട്ടാ. മനസ്സിലായോ സാറേന്ന് കേട്ടേ. പ്രിയ സഞ്ജു, താങ്കൾ എന്തൊരു മനുഷ്യനാണ്. വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും കളിയാക്കിയവർക്കും ആ ബാറ്റ് കൊണ്ടുള്ള മറുപടി ഉണ്ടല്ലോ, അത് കാണാൻ എന്തൊരു രസമാണ്, എന്തൊരു സന്തോഷമാണെന്നോ ഓരോ മലയാളികൾക്കും ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്കും. ബംഗ്ലാദേശിനെതിരെ എവിടെ നിർത്തിയോ അവിടെ തീരുന്നില്ല നിന്റെ ആവനാഴിയിലെ ഓരോ അസ്ത്രങ്ങളും എന്ന് നീ പരിഹസിച്ചവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ബംഗ്ലാദേശിനെതിരെ നീ അവസാന മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഡൂ ഓർ ഡൈ. ഞാൻ ഖത്തർ വേൾഡ് കപ്പിൽ മെസ്സിയെയാണ് ഓർത്തുപോകുന്നത്. അങ്ങേയറ്റം കിരീട പ്രതീക്ഷയുമായി വന്ന അർജന്റീനൻ ടീം സൗദി അറേബ്യ എന്ന ചെറിയ ഫുട്ബോൾ രാജ്യത്തോട് തോറ്റു നിൽക്കുന്ന അവസ്ഥ, അതേ അവസ്ഥയായിരുന്നു ബംഗ്ലാദേശിനെതിരെ അവസാന മത്സരത്തിനിറങ്ങുന്ന നിന്നിൽ ഞാൻ കണ്ടു. ഡൂ ഓർ ഡൈ. അർജന്റീനൻ ടീമിന് തന്നെ അതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഖത്തർ വേൾഡ് കപ്പ്. അതേപോലെ തന്നെ നിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയായിരുന്നു അവസാനം ബംഗ്ലാദേശിനെതിരെയുള്ള ആ മത്സരം. ഒന്നുകിൽ ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ പുറത്തേക്ക്. അവിടെ നിന്നും അർജന്റീനയെ മെസ്സി നയിച്ച പോലെ ഇന്ത്യൻ ടീമിനെ നീ ഉയരങ്ങളിലേക്ക് നയിച്ച് ഒരു സ്പീനിഷ് പക്ഷിയെ പോലെ ഉയർത്തു വന്ന നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഓർത്തുപോവുകയാണ്. അതും കിരീട നേട്ടവുമായി. വിജയത്തേക്കാൾ പരാജയങ്ങളെ നേരിട്ടവനാണ് നീ. മഹാപ്രളയങ്ങളെ അതിജീവിച്ചു വന്നവനാണ് നീ. നിന്റെ സാമ്രാജ്യം പടുത്തുയർത്തി കഴിഞ്ഞു. നീ ബൈബിളിലെ സാംസണിനെ പോലെ വളർന്നിരിക്കുന്നു. നിനക്കെല്ലാവിധ പിന്തുണയുമായി ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ഗൗതം ഗംഭീർ, സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ. ഹേറ്റേഴ്സിനുള്ള മറുപടി നീ നൽകി കഴിഞ്ഞിരിക്കുന്നു. സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വന്നിട്ട് 10 വർഷം തികഞ്ഞു. ഈ 10 വർഷത്തിനിടയ്ക്ക് സഞ്ജുവിന് നിരന്തരമായി കുറച്ച് അവസരങ്ങൾ ഇതുപോലെ കൊടുത്തിരുന്നുവെങ്കിൽ ക്രിക്കറ്റിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ നേരത്തെ തന്നെ ഇടം പിടിക്കുമായിരുന്നു. അതിനുള്ള പ്രതിഭ അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സഞ്ജുവിനെ ഒരു വാട്ടർ ബോയ് ആക്കി മാറ്റി ഗ്രൗണ്ടുകളിൽ, മൈതാനങ്ങളിൽ മാക്സിമം അവഹേളിക്കാൻ, അധിക്ഷേപിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് സുനിൽ ഗവാസ്കർ എന്ന പടുക്കിളവനായിരുന്നു. കമൻട്രി ബോക്സിലും പുറത്തും സഞ്ജു സാംസണിനെ ഗവാസ്കർ നിരന്തരം വേട്ടയാടി. സ്വന്തം മകൻ രോഹൻ ഗവാസ്കർ ക്രിക്കറ്റിൽ ഒരു കഴിവുമില്ലാതെ എങ്ങും എത്താതെ പോയതിൻ്റെ നിരാശയാണോ വേദനയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സഞ്ജു സാംസനെ വളരാൻ അനുവദിക്കാതെ നിരന്തരം അധിക്ഷേപിക്കാനും വേട്ടയാടാനും കളിയാക്കാനും എന്നും മുൻപന്തിയിൽ നിന്നതാണ് ഗവാസ്കറിൻ്റെ ചരിത്രം കൂടി പറഞ്ഞു പോകാതിരിക്കാൻ നിർവാഹമില്ല. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ലോകകപ്പിൽ ഓപ്പണറായി ഇറങ്ങി 174 പന്ത് നേരിട്ട് കേവലം 36 റൺസ് മാത്രം സ്വന്തമാക്കിയ ഈ ഗവാസ്കറാണ് സഞ്ജു സാംസനെ കമൻട്രി ബോക്സിലിരുന്നും നിരന്തരം പരിഹസിക്കുന്നതും അവഹേളിക്കുന്നതും. ഇന്ത്യൻ ടീമിനെ തോൽവിയുടെ പടുകുഴിയിലേക്ക് നയിച്ചത് ഗവാസ്കർ മാത്രമായിരുന്നു. ഇദ്ദേഹത്തെ ഓർത്ത് ലജ്ജിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ. ഇപ്പോൾ സഞ്ജു 5 കളിയിൽ നിന്ന് 3 സെഞ്ചുറി നേടിയപ്പോൾ സുനിൽ ഗവാസ്കറിൻ്റെ വായിൽ പഴമാണോ പഴം. സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ, സഞ്ജു ചേട്ടാ, നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നില്ലല്ലോ നീ ആരാണെന്ന്, നീ എന്താണെന്ന്. കാരണം 2 സെഞ്ചുറിക്ക് ശേഷം 2 പ്രാവശ്യം 0-ന് പുറത്താക്കുന്നു. 3ാമത്തെ തവണ വീണ്ടും വരുന്നു ഒരു സെഞ്ചുറിയുമായി. കഴിവിൻ്റെയും പ്രതിമയുടെയും സ്ഥിരതയുടെയും പേരിൽ ഇനിയിപ്പോൾ നിന്നെ ആർക്കും മാറ്റി നിർത്താനാവില്ല. ഇന്ത്യൻ ടീമിൻ്റെ ഒരു സ്ഥിരം സാന്നിധ്യമായി നീ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നിനക്ക് അവശേഷിക്കുന്നത് ചരിത്ര താളുകളിലേക്ക് നടന്നു കയറാനുള്ള ആ അവസരം തുറന്നിട്ടിരിക്കുകയാണ്. ആ അവസാനം 5 കളിയിൽ നിന്ന് 3 സെഞ്ചുറിയോടുകൂടി നീ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിനു കൊടുത്ത മറുപടി. ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നതിലുപരി ഒരു മലയാളി എന്ന നിലയിൽ നിന്നെക്കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നു. ലോകത്തിൻ്റെ എവിടെ പോയാലും സഞ്ജുവിൻ്റെ നാട്ടിൽ എന്ന് പറയുന്നതിന് ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു.